ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജനുവരി മാസം 27-ാം തീയതി. ശുഭദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഇസഹാക്ക് റബേക്ക ദമ്പതിമാർക്ക് മക്കളുണ്ടാകാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇസഹാക്ക് ദൈവത്തോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം റബേക്കയുടെ ഗർഭം തുറന്നു. അവൾ ഗർഭിണിയായി. അവളെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. 2 ആൺമക്കൾ. സമാനമായ സാഹചര്യങ്ങൾ പങ്കുവെച്ച ആ കുട്ടികളെ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല എന്ന് വേണം നമുക്ക് പറയുവാൻ. അത് അവരുടെ ജീവിതത്തിലെ ഒരു പരാജയമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഒരുപക്ഷെ അങ്ങനെ വളർത്തിയിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് സംഭവിച്ചതായിരിക്കുന്ന പല അനർത്ഥങ്ങളും അവർക്ക് ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ ടെമ്പർമെൻറ്റ് മനസ്സിലാക്കി, അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കി, അതിനനുസരിച്ച് അവരെ വളർത്തുവാൻ തക്കവണ്ണം ഇസഹാക്കിനും റബേക്കയ്ക്കും കഴിഞ്ഞില്ല. അതിൻ്റെ പരാജയം ആ കുടുംബത്തിൽ ധാരാളമായി ഉണ്ടായി. ബഹിർമുഖിയായ ഒരാളായിട്ടാണ് ഏശാവ് ജനിച്ചത്. അതുകൊണ്ട് അവന് തൻ്റെ കൂട്ടുകാരുമായി ചങ്ങാത്തം കൂടുകയും അമ്പും വില്ലും എടുത്ത് വേട്ടയാടാൻ വനത്തിൽ പോവുകയൊക്കെ ചെയ്തു. വേട്ടയാടിൽ വളരെ വിദഗ്ധനായിട്ട് ഏശാവ് തീർന്നു. എന്ന് മാത്രമല്ല, താൻ വേട്ടയാടി കൊണ്ടുവരുന്നതായിരിക്കുന്ന മൃഗങ്ങളെ പാചകം ചെയ്ത് സ്വാദിഷ്ടമായിരിക്കുന്ന ആഹാരം ഉണ്ടാക്കി തൻ്റെ പിതാവിന് കൊടുക്കുന്നതിലും ഏശാവ് ശ്രദ്ധിച്ചിരുന്നു. ഏശാവിന് ഉള്ളതായിരിക്കുന്ന ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ, അവന് ഒരു ഇൻഡോർ മാൻ ആയിരുന്നില്ല, ഒരു ഔട്ട്ഡോർ മാൻ ആയിരുന്നു. എപ്പോഴും താൻ പുറത്ത് കൂട്ടുകാരുമായിട്ട് ചേർന്നാണ്. ഇസഹാക്കിന് ഏശാവിൻ്റെ ആ ജീവിതത്തെ സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നില്ല. കാരണം വേട്ടയിറച്ചി കൂടെ വീട്ടിൽ വരികയും ഇസഹാക്കിന് സ്വാദിഷ്ടമായിരിക്കുന്ന പാചകങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബാകട്ടെ ഒരു അന്തർമുഖി അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയായിട്ടാണ്. അന്തർമുഖി എന്ന നിലയിൽ താൻ ഒരുപാട് പുറത്തു പോവുകയില്ല. അമ്മയോട് കൂടെ അടുക്കളയിൽ ഏറെ നേരം കഴിച്ചു കൂട്ടുന്നൊരു സ്വഭാവമായിരുന്നു അവനുണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയുടെ പാചകകല ഞാൻ വിചാരിക്കുന്നു യാക്കോവും പഠിച്ചു. പെൺകുഞ്ഞുങ്ങളില്ലാതിരുന്നതായിരിക്കുന്ന ആ ഭവനത്തിൽ അമ്മയെ സഹായിക്കാനായിട്ട് ഏശാവിന് ലഭിക്കുമായിരുന്നില്ല. ഏശാവ് വേട്ടയാടാനായിട്ട് പോകും. പക്ഷേ യാക്കോവാണ് അമ്മയെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി വന്നിരുന്ന നല്ല പായസവും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കുവാൻ യാക്കോബ് ശീലിച്ചു. അങ്ങനെ ഒരു ദിവസം യാക്കോബ് ഒരു നല്ല പായസം ഉണ്ടാക്കി. ആ പായസം വേട്ടയാടൽ കഴിഞ്ഞ് വന്നതായിരിക്കുന്ന ഏശാവിന് അതിലല്പം പായസം വേണമെന്ന് താൻ ആഗ്രഹിച്ചു. യാക്കോബിനോട് അക്കാര്യം പറഞ്ഞു. യാക്കോബ് വളരെ കുശാഗ്ര ബുദ്ധിയായിരുന്നു. ഇരട്ടകളാണെങ്കിലും ആദ്യം ജനിച്ചത് ഏശാവാകിയ ജ്യേഷ്ഠാവകാശം ഏശാവിനാണ് പോകുന്നതെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. എന്നാൽ ഏത് വിധേനയും ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കണം എന്ന് യാക്കോബ് തീരുമാനിച്ചു. അതുകൊണ്ട് പറഞ്ഞു, പായസം തരാം, ഒരു കാര്യമുണ്ട്, ആ ജ്യേഷ്ഠാവകാശം ഇങ്ങോട്ട് തരാമെന്ന് ചോദിച്ചു. ജ്യേഷ്ഠാവകാശം എഴുതി തരാമെങ്കിൽ പായസം തരാമെന്ന് പറഞ്ഞു. ആത്മീയ കാര്യങ്ങൾക്ക് വലിയ മൂല്യം കൊടുക്കാതിരുന്നതായിരിക്കുന്ന ഏശാവിന് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് ചെയ്യാനാ? താൻ ജീവിക്കുന്ന അമ്പും വില്ലും കൊണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത്? വളരെ ലാഘവത്തോടുകൂടി ആ വിഷയം കാണുകയും താൻ തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് പായസം കുടിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടികളുടെ ജനനത്തിങ്കിൽ തന്നെ ദൈവം ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. മൂത്ത മകനായിരിക്കുന്ന ഏശാവിനായിരിക്കുകയില്ല ജ്യേഷ്ഠാവകാശം, ഇളയ മകനായ യാക്കോബിനായിരിക്കും. ദൈവം പറഞ്ഞത് മൂത്ത മകൻ ഇളയവനെ സേവിക്കും എന്നാണ്. ഇക്കാര്യം റബേക്ക തൻ്റെ മനസ്സിൽ അങ്ങനെ വെച്ചിരുന്നു. ഇൻട്രോവേർട്ടായിട്ടുള്ളതായിരിക്കുന്ന യാക്കോബ് ഏറെ നേരം റബേക്കയോട് കൂടി അടുക്കളയിൽ കഴിച്ചു കൂട്ടി. ആ നിലയിൽ തന്നെ സ്വാഭാവികമായി ഒരു മമത, പ്രത്യേക ഇഷ്ടം യാക്കോബിനോട് റബേക്കയ്ക്ക് തോന്നി. പോരെങ്കിൽ ദൈവം യാക്കോബിനെക്കുറിച്ച് പറഞ്ഞത് അവനായിരിക്കും ജ്യേഷ്ഠാവകാശം എന്നാണ്. അതുകൊണ്ട് തൻ്റെ മകനായിരിക്കുന്ന യാക്കോബിനെ റബേക്ക കൂടുതൽ സ്നേഹിച്ചു. എന്നാൽ ഇസ്ഹാക്ക് അത്രയൊന്നും കാര്യങ്ങൾ നോക്കിക്കണ്ടല്ല ചെയ്തത്. ഒരു ദിവസം ഇസ്ഹാക്ക് പ്രായമായ സമയമാണ്, കാഴ്ചയും കുറവുണ്ട്. ഇസ്ഹാക്ക് ഏശാവിനെ വിളിച്ച് പറഞ്ഞു, മകനെ, നീ നിൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ട് പോയിട്ട് നീ വേട്ടയാടി ഒരു വന്യമൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന ആഹാരം നീ ഉണ്ടാക്കി തരണം. അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞു. ഈ പറയുന്നത് റബേക്ക കേട്ടു. അതുകൊണ്ട് റബേക്ക് കാര്യം മനസ്സിലായി. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കുവാനായിട്ട് റബേക്ക ഒരു സൂത്രം ചെയ്തു. യാക്കോബിനോട് പറഞ്ഞു, നീ പോയി ഒരാട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. 2 നല്ല ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്നു, കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവന്നു. അവയെ കൊണ്ട് റബേക്ക സ്വാദിഷ്ടമായ പാചകം ചെയ്തു. റബേക്കയുടെ കഴിവ് നോക്കണം. ആട്ടിറച്ചിയെ വേട്ടയിറച്ചിയാക്കി മാറ്റാൻ അവൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അത്ര സ്വാദിഷ്ടമായിട്ട് അത് പാചകം ചെയ്തു.
അല്പവഞ്ചനയൊക്കെ ചെയ്തു. ഏശാവിൻ്റെ വസ്ത്രം യാക്കോബിനെ ധരിപ്പിച്ചു. അവൻ്റെ ഏശാവിന് കൈ നിറയെ രോമം ഉണ്ടായിരുന്നത് കൊണ്ട് തപ്പി നോക്കിയാൽ കളവ് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് റബേക്ക യാക്കോബിൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയുടെ തോലൊക്കെ ധരിപ്പിച്ച് അങ്ങനെ താനെ ഒരുക്കിയതായിരിക്കുന്ന ആ ആഹാരവുമായിട്ട് ഇസ്ഹാക്കിൻ്റെ മുന്നിൽ ചെന്നു. ഇസ്ഹാക്ക് ചോദിച്ചു, നീ ആരെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് എൻ്റെ വേട്ടയിറച്ചി തിന്നണമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ മകനായിരിക്കുന്ന ഏശാവാണെന്ന് പറഞ്ഞു. അങ്ങനെ വഞ്ചിച്ച് അനുഗ്രഹം അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത്. ചതിച്ചാണ് വാങ്ങിയത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, പിന്നാലെ ഉള്ളതായിരിക്കുന്ന ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏശാവിനെ ചതിച്ചാണ് യാക്കോബ് അനുഗ്രഹം വാങ്ങിയത്. പക്ഷേ ജ്യേഷ്ഠാവകാശം യാക്കോബിന് തന്നെയായിരുന്നു. അത് ചതിച്ചതുകൊണ്ട് കിട്ടിയതല്ല. കുട്ടികൾ ജനിക്കും മുമ്പേ തന്നെ ദൈവം അക്കാര്യം വെളിപ്പെടുത്തി റബേക്കയോട് പറഞ്ഞു, ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും, അല്ലെങ്കിൽ അനുജനായിരിക്കും ജ്യേഷ്ഠാവകാശമെന്ന്. അതുകൊണ്ട് ചതിവ് നടത്തിയെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവരൊന്നും തന്നെ നേടിയില്ല. എന്നാൽ ചതി പ്രയോഗിച്ചത് ഒരിക്കലും നന്നല്ല. നമ്മുടെ നാട്ടിലെ ഇങ്ങനെ പറയാറുണ്ട്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. ഏതാണ്ട് അതുതന്നെയാണ് സംഭവിച്ചത്. യാക്കോബ് ഒടുവിൽ തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് ഹാരാനിലേക്ക് പോവുകയും അവിടെ ലാബാൻ എന്ന് പറഞ്ഞ തൻ്റെ അമ്മാവൻ 10 പ്രാവശ്യം ഏതാണ്ട് യാക്കോബിനെ ചതിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പല ചതികൾ തൻ്റെ ഭാര്യയെ സംബന്ധിച്ച് ചതിച്ചു. താൻ റാഹേൽ എന്ന് പറഞ്ഞ സ്ത്രീയെ സ്നേഹിച്ചു, പക്ഷേ ലേ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആദ്യ രാത്രിയിൽ ഭാര്യയായിട്ട് കൊടുത്തത്. അങ്ങനെ വലിയ ചതി പറ്റി. പിന്നെ തൻ്റെ വേതനം സംബന്ധിച്ച ചതികൾ കൂടെ കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ ചതിവ് കൊണ്ട് നേടിയ അനുഗ്രഹങ്ങൾ ഒരു അനുഗ്രഹം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിന് വലിയ വില യാക്കോബ് കൊടുക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. നാം ചില കാര്യങ്ങൾ തെറ്റായ നിലയിൽ നാം നേടിയെന്ന് വരാം, പക്ഷേ ആ നേട്ടങ്ങൾ നമുക്ക് കോട്ടങ്ങളായിട്ട് മാറും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ, സത്യസന്ധമായ വിധത്തിൽ ഏത് കാര്യവും ചെയ്യുവാനും നേടാനും നാം എപ്പോഴും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജീവിച്ച് അനുഗ്രഹം നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം